മഹാലക്ഷ്മി സീരിയലിൽ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നും ഇപ്പൊ അമ്മയ്ക്ക് കുഴപ്പമില്ല, കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു സ്കാനിങ് വേണ്ടിവരുമെന്ന് തോമസ് സാർ പറഞ്ഞത് പ്രകാരം കണ്ണനും അനന്തവും ലേഖയും ചേർന്ന് മഹിയെ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയം അവിടുത്തെ ഡോക്ടർ പറയുകയാണ്, ഇത്തരം കേസുകളിൽ കുഞ്ഞിനെ നഷ്ടപ്പെടാനാണ് സാധ്യത കൂടുതൽ. പക്ഷെ ഇവിടെ എന്തോ ഈശ്വരന്റെ പ്രവൃത്തിയുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് യാതൊരു പ്രശ്നമില്ലെന്നും തിരിച്ച് സാറിന്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാനും ഡോക്ടർ പറയുന്നു. ഉഗ്രവിഷം അകത്ത് ചെന്നതുകൊണ്ട് തന്നെ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്കത് ശരിയാക്കി എടുക്കാമെന്നും മഹിയെ കുറച്ചുകൂടി ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് തോമസ് സാർ പറയണം. ഇതിന് പുറകിൽ ആ പ്രതാപൻ തന്നെ ആയിരിക്കുമെന്ന് കണ്ണൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇപ്രാവശ്യം മാർക്കോയോ മറ്റാരും തന്നെ തന്റെ സഹായത്തിന് വേണ്ട എന്നും എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവനെ ഞാൻ തന്നെ കൈകാര്യം ചെയ്യുമെന്നും കണ്ണനാണെങ്കിൽ ഉറപ്പിക്കുകയാണ്. അത് അനന്തുവിനോടും ലേഖയോടും പറയുന്നുണ്ട്. പിന്നീട് അവനാണെങ്കിൽ പ്രതാപനെ കാണാനായിട്ട് രാത്രി ചെല്ലുന്നു. ഒരു ഹെൽമെറ്റ് ഒക്കെ ഇട്ട് ആളെ തിരിച്ചറിയാത്ത വിധമാണ് കണ്ണൻ പ്രതാപനെ ഇടിച്ച് ചമ്മന്തിയാക്കുന്നത്. വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ ആയതുകൊണ്ട് കരുണയും മുത്തശ്ശിയും എല്ലാവരും ഓടിയെത്തി പ്രതാപനെ രക്ഷിക്കുന്നുണ്ട്. പിന്നീട് പ്രതാപനാണെങ്കിൽ വേദന കൊണ്ട് പൊളയുകയാണ്. എന്റെ ഭാര്യയെല്ലാം അടിച്ചു തകർത്തു, അത് ആരായിരിക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ മറ്റാരാ, നമ്മൾ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് നോക്കിയത് അവർക്ക് മനസ്സിലായി കാണും, അതുകൊണ്ട് അവന്മാർ തന്നെ ആയിരിക്കും ആ മാർക്കോ. എന്തായാലും തിരിച്ചെത്തുന്ന കണ്ണനാണെങ്കിൽ മഹിയോട് പറയുന്നുണ്ട്, ഇപ്രാവശ്യം ഞാൻ നിന്റെ രണ്ടാം അച്ഛനെ തല്ലി ചതച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ കണ്ണേട്ടൻ എന്തിനാ ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യാനായിട്ട് പോയത്, അവരെ വീണ്ടും ചൊടിപ്പിക്കാൻ നിൽക്കേണ്ട, എനിക്ക് മതിയായി എന്നൊക്കെ പറയുമ്പോൾ ആ കുഞ്ഞ് ജനിച്ചു വീഴുന്നതിൽ ഇവർക്കൊക്കെ എന്താ ഇത്രയും പ്രശ്നം, നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവരെ പിന്നെ ഞാൻ വെറുതെ നോക്കി നിൽക്കണോ എന്നൊക്കെ കണ്ണൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും കണ്ണേട്ടനെ അവര് കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, അവര് കാണുന്നതിന് മുമ്പായി തന്നെ ഞാൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. പിന്നീട് മഹിയാണെങ്കിൽ ഇക്കാര്യം മോഹിനിയെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. മോഹിനിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. മോളെ, അവിടെ വെച്ചല്ലേ പലഹാരങ്ങൾ ഉണ്ടാക്കിയത്, പിന്നെ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ ആ പ്രതാപനും മുത്തശ്ശിയും പറഞ്ഞത് അമ്മ ഓർക്കുന്നില്ലേ, ഞാൻ കാരണം അമ്മ കരയുമെന്ന്, അവര് ചെയ്ത പണിയെടുത്ത് കരുണ അമ്മ പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് കണ്ടിരുന്നു, അവൾ അത് പോയി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇങ്ങനെ ഒരു പണി തരാൻ അവര് തീരുമാനിച്ചെന്നൊക്കെ പറയുമ്പോൾ മോഹിനിയാണെങ്കിൽ പൊട്ടിക്കരയുന്നു. എന്തായാലും തനിക്കും കുഞ്ഞിനും യാതൊരു പ്രശ്നമില്ലെന്നും അതിനിപ്പോ പെട്ടെന്നൊന്നും അവരെ അറിയിക്കേണ്ട എന്നും മോഹിനിയോട് മഹി പറയണം. പിന്നീട് മോഹിനി ആവട്ടെ പ്രതാപനെയും മുത്തശ്ശിയെയും കരുണയുടെയും അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് മഹി വിളിച്ച് കുഞ്ഞിനും അമ്മയ്ക്കും സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞ് കരയണം. അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും കരുണയും അതെന്തായാലും നന്നായി, കണ്ണനെ ചതിച്ചുണ്ടായ കുഞ്ഞല്ലേ, അത് ഇവിടെ ജനിക്കാത്തത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറയുമ്പോ നിങ്ങളൊക്കെ എന്താ ഈ പറയുന്നത്, അതൊരു കുഞ്ഞു ജീവനല്ലേ, അതിനെ ഇല്ലാതാക്കാൻ ആരാണാവോ ശ്രമിച്ചത്, ആരായാലും അവരൊന്നും അനുഭവിക്കാതെ പോവില്ല എന്നൊക്കെ പറയാണ്. ഡി നീയെ ഇവിടെ നിന്ന് കരയാതെ വേറെ എവിടെയെങ്കിലും പോയി മാറി നിന്ന് കരയെന്നൊക്കെ പറഞ്ഞ് മോഹിനി അവിടെ നിന്നും വിട്ടയക്കുകയാണ് മുത്തശ്ശി. എന്തായാലും മോഹിനി പോയതോട് കൂടിയിട്ട് എല്ലാവരും ചേർന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അപ്പോ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു, ഇത് തന്നെയാണ് നമ്മുടെ വിജയം, അച്ഛൻ അടി കൊണ്ടാലും കുഴപ്പമില്ല, അവള് എന്നേക്കുമായിട്ട് കരയുമല്ലോ. എന്തായാലും കർണാടൻ ഈ വാർത്ത അറിയുമ്പോൾ സന്തോഷാവും, അതുകൊണ്ട് ഞാൻ കമലേശ്വരത്തിലേക്കും കൂടി ഈ വാർത്തയൊന്ന് വിളിച്ചു പറയട്ടെ എന്ന് പറഞ്ഞ് കരുണയാണെങ്കിൽ അവിടെ നിന്നും പോവുകയാണ്. അപ്പോ പ്രതാപ, നിനക്ക് രണ്ടെണ്ണം കിട്ടിയാലും ആ കുഞ്ഞു പോയില്ലേ, എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നു എന്ന് മുത്തശ്ശി പ്രതാപനോട് പറയുന്നുണ്ട്. പിന്നീട് കടനാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് അനന്ത് വരുന്നുണ്ട്. എടാ, ഇനിയിപ്പോ മഹിയെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് എങ്ങോട്ട് കൊണ്ടുപോകും, എന്റെ വീട്ടിലേക്ക് വിടാൻ നിനക്കിനി ധൈര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ അതെന്താടാ അങ്ങനെ ചോദിച്ചേ, അല്ല എവിടത്തെയും സേഫ് എന്റെ വീടാണെന്ന് നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചു, മഹിയും കുഞ്ഞും സേഫായിട്ട് ഇരിക്കുമെന്ന് കരുതി, പക്ഷെ അവിടെയും അവർക്കൊരു സമാധാനമില്ല, ലേഖയും ഞാനും അത്രയ്ക്കും കെയർഫുൾ ആയിട്ടാണ് മഹിയെ നോക്കിയിരുന്നത്, പക്ഷെ എവിടെയോ പിഴച്ചു പോയെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനഃപൂർവ്വം അല്ലല്ലോടാ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കുഴഞ്ഞു മറിയുമെന്ന് നമ്മൾ കരുതിയില്ലല്ലോ, പക്ഷെ ശത്രുക്കൾ അവിടേക്കും കയറി വന്നില്ലേ കണ്ണാന്നൊക്കെ ചോദിക്കുമ്പോൾ ആരുടെയോ കുഞ്ഞാണെന്ന് കരുതിയിട്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്, അപ്പോ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, മഹിയുടെ വയറ്റിലുള്ളത് എന്റെ സ്വന്തം കുഞ്ഞാണെന്ന് അറിഞ്ഞാൽ ശത്രുക്കൾ വെറുതെ ഇരിക്കുമ്പോ എന്നൊക്കെ കണ്ണനാണെങ്കിൽ അനന്തുവിനോട് ചോദിക്കുന്നു. ഇല്ല, ഉറപ്പായിട്ടും ഇല്ല, അവരതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ ഇപ്പൊ മഹി ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു, കുഞ്ഞും, ഇനി ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യോടാ, മഹിയെ നമ്മൾ എവിടെ കൊണ്ട് നിർത്തുമെന്നൊക്കെ ചോദിക്കുമ്പോൾ കണ്ണനാണെങ്കിൽ ഉത്തരമില്ലാതെയാവുകയാണ്. എന്റെ വീട് അതൊട്ടും സേഫ് അല്ല, പിന്നെ എവിടെ കൊണ്ട് നിർത്തണമെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ മറുപടിയില്ല, തൽക്കാലം നിന്റെയും ലേഖയുടെയും കൂടെ തന്നെ മഹി നിൽക്കട്ടെ, ഇനി കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് നമുക്ക് ഇരിക്കാലോടാ, കാരണം
ഇങ്ങനെയും ഇവർ പണിതരുമെന്ന് നമുക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ കണ്ണനാണെങ്കിൽ അനന്തുവിനോട് ചോദിക്കുന്നു. ശരിയാണ്, ഞങ്ങൾ തന്നെ അവളെ നോക്കിക്കോളാം. പിന്നെ നിയമവശാൽ ഇതിനെ കൈകാര്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പക്ഷെ അതിന് മഹി സമ്മതിക്കുന്നില്ലല്ലോ. ഇനിയും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ പറയുമ്പോൾ അയാളോട് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു നോക്കട്ടെ. പ്രതാപനും ഇനി അവനെയാണ് ശരിക്കും അടിച്ചൊതുക്കേണ്ടത്. അതിന് മാർക്കോ തന്നെ വിചാരിക്കണം. മാർക്കോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു അവശതകളൊക്കെ തന്നെ മാറട്ടെ എന്ന്. അതോടുകൂടിയിട്ട് പ്രതാപന്റെ കാര്യവും കട്ടപ്പുകയാണെന്നൊക്കെ കടം പറയുകയാണ്. എന്തായാലും നീയും ലേഖയും വിഷമിക്കേണ്ട, നിങ്ങൾ കാരണം കൊണ്ടല്ലോ ഇങ്ങനെ സംഭവിച്ചത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മഹിയെ കൃത്യസമയത്ത് ഇവിടേക്ക് എത്തിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ആ പലഹാരങ്ങൾ നിങ്ങൾ തിന്നാത്തതും താൻ ഒട്ടും സമാധാനം അനുഭവിക്കുന്നില്ല എന്നും എന്റെ കുഞ്ഞ് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് വരെ ടെൻഷൻ തന്നെയാണെന്നൊക്കെ കണ്ണം പറയുന്നു. തോമസ് സാർ പറഞ്ഞതും ഇപ്പൊ എന്റെ മനസ്സിൽ കിടന്ന് പിടയുന്നുണ്ടെന്നൊക്കെ അനന്തുവിനോട് കണ്ണം പറയുകയാണ്. അതൊന്നും പേടിക്കേണ്ടതില്ല, കുഞ്ഞിന് യാതൊരു ആപത്തും സംഭവിക്കില്ല എന്ന് അനന്തുവാണെങ്കിൽ കണ്ണനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം കഴിഞ്ഞ എപ്പിസോഡ്സിനായിട്ട്.